കൊടും കുറ്റവാളിയായ ചാർലി തോമസ് ജയിൽ ചാടിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രാവിലെയാണ് പ്രതി ചാടിയിരിക്കുന്നത്. ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, പ്രതി ചാർലി തോമസ് പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് എത്രത്തോളം സ്ഥിരീകരണമുണ്ട്? പോലീസ് നൽകുന്ന വ്യക്തത എന്താണ്? കറുത്ത പാൻസും എന്നാണ് നിലവിൽ ഇവർ പറയുന്നത്. ഇയാൾ ധരിച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞത് വ്യത്യസ്തമാണ്. ഇയാൾ പുറത്ത് ചാർലി തോമസ് പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്ത സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. DCC ഓഫീസിന് സമീപത്താണ് അദ്ദേഹം പിടിയിലായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്, സൂചനകളുണ്ട്. മിഥുൻ, കേൾക്കാമെങ്കിൽ KP, നമുക്കത് ഉറപ്പിക്കാനായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഗോവിന്ദച്ചാമിയുടെ രൂപസാദൃശ്യം ഉള്ള ഒരാൾ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു കാട് തുള്ളിക്കടന്ന് ഓടുന്നത് കണ്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് വിവരങ്ങൾ പ്രചരിക്കുന്നത്. ഇയാൾ തന്നെയാണോ എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്താൻ നമുക്കായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണല്ലേ? തീർച്ചയായും നമ്മോടൊപ്പം ഈ കണ്ട ഒരാൾ ദൃക്സാക്ഷി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. എന്താ കണ്ടത്? ഇവിടുന്ന് കുറേ ആളിങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദച്ചാമി ഒരു ഓട്ടോ ഡ്രൈവർമാരാണ്. അപ്പോൾ ഞാനിവിടെ കല്ല് ഇങ്ങനെ കയറ്റും മേലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് ഞങ്ങൾക്ക് ചാടി കാണുന്ന കാട്ടിലേക്ക് ചാടി. ഞാൻ സ്കൂൾ വണ്ടിയായിട്ട് പോകുന്നതാ. കുട്ടികൾ ഓട്ടോറിക്ഷയാണത്. അപ്പോൾ ഞാൻ കുട്ടികളും കൂടെ ഒരു 9:13, 9:15, 9:15. അപ്പോൾ ഈ നമ്മളൊരു ഓട്ടോക്കാരുണ്ടായി മധു. ഞാൻ ചോദിച്ചാൽ എന്താണ് സംഭവം മധു? അപ്പോൾ മധു പറയുടെ ഇങ്ങനെ ഗോവിന്ദച്ചാമി അങ്ങനെ നടന്നു വന്നതാണ്. റോഡിലൂടെ നടന്നു വന്ന് ഒരു കയ്യിൽ തലയിലൊരു കെട്ടുണ്ട്, ഒരു മുഖത്ത് ഒരു ഷാൾ പോലെ ഇട്ടിട്ട് വെള്ള എന്ത് ഡ്രസ്സിലാണ് ഒരു അവൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല. അവൻ പറഞ്ഞ ഇത് ട്രാക്ക് സൂട്ടും ഒരു ഷർട്ട് പോലത്തെ അല്ലേ? അങ്ങനെ കറുത്തല്ല വെള്ളയിൽ ഒരു കള്ളി പോലത്തെ. പിന്നെ പൊതിയുണ്ട് ഒരു കൈമലി. ചാടി ചാടി അപ്പുറത്തേക്ക് പോയി. പിന്നെ അങ്ങ് പെട്ടെന്ന് ആ കാട്ടിലേക്ക് ഓടിപ്പോയി. പിന്നെ ആർക്കും പെട്ടെന്ന് ധൈര്യമില്ല അങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ കാടാ. KP, വലിയ ഒരു കാടും പ്രദേശമാണ് ഈ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന ഈ ഒരു സ്ഥലം. അതായത് കുറച്ച് ആളുകൾ ഈ നമ്മൾ വാർത്ത തുടക്കം തൊട്ടേ നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ഫോട്ടോ അടക്കം കണ്ട് ചില ആളുകൾ ഇയാളെ തിരിച്ചറിഞ്ഞ ശേഷം ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ് ഓടിച്ചു എന്നാണ് പറയുന്നത്. ഈ ഓടിച്ച് ഈ കാണുന്ന മതിലിന് അപ്പുറത്തേക്ക് ഇയാൾ ചാടി രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അതിനിടയിൽ ഇയാൾ പിടിയിലായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല, അത് ഉറപ്പുവരുത്താനായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എത്തിയിട്ടുണ്ടോ? പോലീസുകാർ തെരച്ചിൽ എത്രത്തോളം ഊർജിതമാക്കിയിരിക്കുകയാണ്? ഈ ഭാഗത്തേക്ക് പോലീസ് സംഘങ്ങൾ പോയിട്ടുണ്ടോ? KP, ഈ പ്രതി പിടിയിലായി എന്ന് ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എവിടെയുള്ള പിടിയിലായി എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ അല്പസമയത്തകം തന്നെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ വിവരങ്ങൾ ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം ഇതിലൊരു സ്ഥിരീകരണം വരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായാലും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഭാഗത്ത് മാധ്യമങ്ങളുടെ ഇവിടെ ആളുകൾ വന്നിട്ട് നമുക്ക് പ്രതികരിച്ചു. ഇത് സംശയമാണ്, ഇത് ആരാണെന്ന് ചോദിച്ചു. ഗോവിന്ദച്ചാമിയാണോ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ സ്കൂട്ടർ തിരിച്ചു. അപ്പം നോക്കുമ്പോൾ ആൾ നടക്കുന്ന സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട് ആളുടെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ സ്കൂട്ടർ വണ്ടി നിർത്തിയിട്ട് ആളോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞ് പിടിക്കാൻ നോക്കുമ്പോഴേക്കും ആൾ ഇതുവഴി ഈ റോഡിലേക്ക് കയറി എന്നിട്ട് സ്പീഡിൽ ഓടി ആ മതിലെടുത്ത് ചാടി പോകണത്. ഏകദേശം കണ്ടപ്പോൾ തന്നെ സംശയം തോന്നി. കാരണം ആൾ കയ്യില്ല
ആള് ഒരു കൊണ്ട് ഇങ്ങനെ അടിക്കാൻ മാതിരി വെച്ചിട്ട് ഞങ്ങൾ ദൂരത്ത് ആദ്യം വിചാരിച്ച് ചക്കാൻ പറ്റായിരിക്കും കയ്യിൽ ഇങ്ങനെ പിടിച്ചത് നോക്കുമ്പോൾ കൈ അതിൻ്റെ ഉള്ളിൽ കാണാതിരിക്കാൻ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയോട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ കോനായിടത്തും എന്ന് പറഞ്ഞോട് ഇവനെ ഓടി ഇങ്ങോട്ടേക്ക് ഞാൻ കൊച്ചത്തിൽ പിടിച്ചെന്നല്ലോ ഏത് ഭാഗത്തുനിന്ന് അങ്ങനെ ഏക്കേജ് റൂട്ടിൽ നിന്ന് ജയിലിന്റെ അവിടെ നടന്നു വരുന്ന ജയിലിലല്ല നമ്മൾ ഇവിടുന്ന് കണ്ടതാണ് കാനർ നഴ്സിംഗ് ഹോമിന്റെ ഏകദേശം ഫോൺ നമ്പർ അരമണിക്കൂറായിട്ടുള്ളൂ. ഒരു 101 ഞാൻ കോൾ ചെയ്യാൻ നോക്കിന്. അപ്പൊ ആ സമയത്തിന് ഒരു 5 ഓ അപ്പോഴേക്കും അവരപ്പത്തേക്ക് വരും ചെയ്തനപ്പാ. അവര് ഇതൊന്നും ആക്കിയിട്ടില്ല. ഏകദേശം 9, 13, 15 ഇടയിൽ. എന്റെ പേര് സന്തോഷ്, ഓട്ടോ തൊഴിലാളിയാണ്. കെ പി നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ഒരു പ്രതികരണമാണ് കണ്ടത്. അതായത് ഈ ജയിലിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടേക്ക്, അതായത് നിരവധി വഴികളുള്ള സ്ഥലമാണ് ഈ കണ്ണൂർ നഗരം എന്ന് പറയുന്നത്. അവിടേക്ക് ഇയാൾ ഓടി വരുന്നത് കണ്ടു എന്നാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. മാത്രമല്ല ആ വീടിന് മുന്നിൽ പണിയെടുക്കുകയായിരുന്ന ആൾ കൂടി അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. കാരണം കുറച്ച് ആളുകളിൽ ഒരാളെ ഓടിച്ചങ്ങോട്ട് വരുന്ന സമയത്ത് ആ വീടിന് മുമ്പിൽ പണിയെടുക്കുന്ന തൊഴിലാളി ഇയാളെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഗോവിന്ദസ്വാമി എന്ന് ഉറപ്പിക്കാം എന്ന് തന്നെയാണ് ഇയാൾ പറയുന്നത്. കാരണം ഇയാൾക്ക് ഒരു കൈ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കയ്യിലൊരു ബാണ്ടക്കെട്ടുണ്ടായിരുന്നു, തലയിൽ ബാണ്ടക്കെട്ടുണ്ടായിരുന്നു. മാത്രമല്ല കൈ അതിന് ഉള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നടന്നു വന്നിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ആ ആളുകൾ ഓടിച്ചതിന് തൊട്ട് പിന്നാലെ ഇയാൾ ആ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഓടിച്ചാടി പോയി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇയാൾ പിടിയിലായി എന്നൊരു വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കെ പി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും പോലീസ് ആ ഒരു പ്രദേശത്ത് പരിശോധന നടത്തി വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇയാളെ കണ്ടിട്ടുണ്ട്. അതായത് കണ്ണൂർ നഗരം വിട്ട് ഇയാൾ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കാരണം സ്വാഭാവികമായി 4:30 ജയിൽ ചാടി എന്ന് പറയുമ്പോൾ പോലും ഇയാൾ ജില്ല വിട്ടുപോയോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അയാളുടെ രൂപസാദൃശ്യമുള്ള ആളെ ഈ കണ്ണൂർ നഗരത്തിൽ വെച്ച് തന്നെ കണ്ടു എന്ന് പറയുമ്പോൾ അത് സ്ഥിരീകരിക്കാം. കണ്ണൂർ നഗരം വിട്ട് അയാൾ പോയിട്ടില്ല. എന്നാൽ ഈ 4:30 പോയി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ദേശീയപാതയോട് ചേർന്ന ഭാഗത്തേക്കാണ് ഈ ജയിലിൻ്റെ ഭാഗമുള്ളത്. ആ ഭാഗത്ത് നിന്ന് ഇയാൾ ഓടി ഏതെങ്കിലും വാഹനത്തിൽ കയറി പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ തള്ളിക്കൊണ്ട് കണ്ണൂർ നഗരത്തിന് പരിസരത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും നമുക്ക് കണ്ണൂർ ടൗൺ CI ആണ് ഈ സംഭവം ഇപ്പോൾ പ്രാഥമിക അന്വേഷിക്കുന്നത്. നമുക്ക് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് തന്നെ പോയി ഇതിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ തേടാം, അല്ലെങ്കിൽ വിവരങ്ങൾ തേടാമെന്ന് തന്നെ കരുതുന്നു. കാരണം ഇത് ഇയാൾ അറസ്റ്റിലായി, അയാൾ പിടിയിലായി എന്ന് പറയുമ്പോൾ പോലും അത് ഉറപ്പിക്കാനായില്ല എന്ന് കൂടി ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കെ പി സൗമ്യ വധക്കേസിലെ പ്രതി ചാർലി തോമസ് പിടിയിലായി എന്നത് സംബന്ധിച്ചുള്ള സൂചന മാത്രമാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ചില ദൃക്സാക്ഷികൾ ഇപ്പോൾ ജനം ടിവിയോട് ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നത് ഈ ചാർലി തോമസിനെ കണ്ടിരുന്നു, ഇയാളാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇയാൾ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. കണ്ണൂർ DCC ഓഫീസിന് സമീപത്ത് ഇയാളെ കണ്ടുവെന്ന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ വരുന്നുണ്ട്. മിഥുൻ, എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ഇല്ല ഗൗതം, ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂർ നഗരത്തിന് സമീപത്ത് കണ്ണൂർ തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇയാളെ നാട്ടുകാർ കണ്ടു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇയാൾ ഇവിടെ നിന്ന് ചാടി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത് ചാർലി തോമസ് പിടിയിലായി എന്നത് സംബന്ധിച്ചുള്ള ഏതാണ്ട് സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. കണ്ണൂർ നഗരത്തിൽ നിന്ന് ചാർലി തോമസിനെ പിടികൂടി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഇന്നലെ രാത്രി ഏതാണ്ട് 1:30 ചാർലി തോമസ് കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിക്കൊണ്ടാണ് വലിയ തോതിൽ ഞെട്ടിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സൗമ്യ വധക്കേസിലെ
പ്രതിയായ ഇയാൾക്ക് ആദ്യഘട്ടത്തിൽ കോടതി വധശിക്ഷ നൽകുകയും പിന്നീട് അത് സുപ്രീം കോടതി ജീവപര്യന്തമായി ശിക്ഷ വെട്ടിച്ചുരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് തന്നെ വലിയ പ്രതിഷേധം സമൂഹത്തിൽ ഉയർന്നതാണ്. കാരണം അത്രത്തോളം മൃഗീയമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും ഒക്കെ ചെയ്ത ചാർലി തോമസിനെതിരെ കേരളത്തിൻ്റെ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധം ആ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നതാണ്. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലാണ് ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ജയിൽ ചാടി രക്ഷപ്പെട്ടത്. എന്തായാലും ചാർലി തോമസിനെ ഈ ഘട്ടത്തിൽ കണ്ണൂർ നഗരത്തിൽ നിന്നും പിടികൂടിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. മിഥുൻ ഇപ്പോൾ ലൈനിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഥുൻ, ഈ കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഗൗതം, ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ വെച്ച് തന്നെ ഇയാൾ പിടിയിലായിരിക്കുന്നു. അതായത് രാവിലെ 4:30 ജയിൽ ചാടി കണ്ണൂർ നഗരത്തിൽ നിന്ന് അയാൾക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം രാവിലെ 4:30 ശേഷം ജയിൽ ചാടിയ ഈ വ്യക്തി കണ്ണൂർ നഗരത്തിൽ വെച്ച് തന്നെ പിടിയിലായിരിക്കുന്നു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഈ നഗരം വിട്ടു പോകാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം ഈ കണ്ണൂർ നഗരത്തിൽ വിവിധയിടങ്ങളിൽ ആളൊഴിഞ്ഞ തകർന്നു കിടക്കുന്ന പഴയ ധാരാളം കെട്ടിടങ്ങളുണ്ട്. അത്തരമൊരു സ്ഥലത്തേക്കാണ് ഇയാൾ എത്തിപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇയാൾക്ക് ഈ നഗരത്തിലുണ്ട് എന്ന വിവരം പോലീസിനും ലഭിക്കുന്നു. ഇയാളെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ വെച്ച് തന്നെ ഈ കൊടും കുറ്റവാളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് കടക്കാമെന്ന് ശ്രമിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഈ കൊടും കുറ്റവാളിക്ക് ഇവിടെ നിന്ന് പുറത്ത് കടക്കാനായില്ല. കണ്ണൂർ നഗരത്തിൽ നിന്ന് പുറത്ത് കടക്കാനായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഈ പ്രതിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും മണിക്കൂറുകൾക്ക് ഒടുവിൽ ഈ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഗൗതം.